ഇന്നേ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ചെറിയൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ എന്തിനാണ് ജോലിയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്താ ഫസ്റ്റ് ടൈം എന്താ നമ്മളുടെ തുടർന്നുള്ള ജീവിതം നല്ല സന്തോഷമായിട്ട് പോകണം അല്ലേ? ടെൻഷനൊന്നുമില്ലാതെ ജോബ് സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണം, സുഖമായിട്ട് പോകണം. അതിൻ്റെ പ്രധാനപ്പെട്ട ആളാരാ? ആ മാസാവസാനം നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന സാലറി അല്ലേ? ആ സാലറി ക്രെഡിറ്റ് ആവുന്ന ആ ഒരു മൊമെൻ്റ് ഈ ലോകത്ത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അത്. പൈസ വന്ന സന്തോഷമല്ല, ഞാൻ സേഫാണല്ലോ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് സേഫാണല്ലോ എന്നുള്ള കോൺഫിഡൻസാണ് ആ പൈസ, ആ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ബാങ്ക് ജോലിയിലേക്ക് കുട്ടികൾ, സ്റ്റുഡൻസ് എന്തുകൊണ്ടാണ് ആകർഷിക്കപ്പെടുന്നത്? വേറൊന്നുമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, നിങ്ങൾക്ക് കിട്ടുന്ന സാലറിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസുകൾ, അതെല്ലാമാണ് ബാങ്ക് ജോലിയെ എല്ലാവരുടെയും ഫേവറേറ്റ് ആക്കി മാറ്റുന്നത്. പിന്നെ നമുക്ക് സൊസൈറ്റിയിൽ കിട്ടുന്ന റെപ്യൂട്ടേഷൻ. ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എവിടെയാണ് ജോലി, അപ്പോൾ നിങ്ങൾ പറയും ഞാൻ SBIയിൽ PO ആണ്. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളോട് അപ്പം തന്നെ ആൾ ബാങ്കിലെ ഓഫീസറാണ് അല്ലെങ്കിൽ ബാങ്കിലെ ക്ലർക്കാണ്, ബാങ്കിലാണ് ജോലി മതി. അപ്പോൾ ബാങ്ക് ജോലി എന്ന് പറയുന്ന ആ പ്രസ്റ്റീജിയസ് പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഫസ്റ്റ് മോട്ടീവ് എന്ത് തന്നെയാണ്? സാലറി തന്നെയാണ്. അപ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു ഐഡിയ, ജസ്റ്റ് അതിനൊക്കെ കുറിച്ച് നമുക്കൊന്ന് അറിയണം അല്ലേ? ജസ്റ്റ് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഒരു ബാങ്ക് ജോലിയിൽ കയറുമ്പോൾ, ക്ലർക്കൽ പോസ്റ്റിൽ കയറുമ്പോൾ തൊട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള RBI ഗ്രേഡ് B. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ക്ലർക്കൽ പോസ്റ്റിൽ ഇൻ ഹാൻഡ് നിങ്ങൾക്ക് ബേസിക് എല്ലാ അലവൻസുകളും കാര്യങ്ങളൊക്കെ കൂട്ടി ഒരു ക്ലർക്കിന് ഒരു 35 to 40 സാലറി നമുക്ക് കയറുമ്പോൾ തന്നെ കിട്ടും. അത് ഒരു RBI ഗ്രേഡ് B ഓഫീസർ ആണെങ്കിൽ 1,80,000 രൂപ കയ്യിൽ കിട്ടും. ആലോചിച്ച് നോക്കുക, 1,80,000 രൂപ. ഇതിനിടയിൽ POൻ്റെ സാലറി ഉണ്ടാവും, അതേപോലെ പല പല പോസ്റ്റുകളിലേക്ക് ബാങ്കുകൾ, ഇൻഷുറൻസ്, AO, ഡെവലപ്മെൻറ്റ് ഓഫീസർ, അങ്ങനെ എല്ലാ പോസ്റ്റുകളിലേക്കുള്ള സാലറികൾ ഇതിനിടയിൽ ഉണ്ടാവും. ഞാനൊരു മിനിമം ടു മാക്സിമമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ അവതരിപ്പിച്ചത്. ആലോചിച്ച് നോക്കുക, യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ, ഒരു മുൻപരിചയവും ഇല്ലാതെ 2 എക്സാംസും ഒരു ഇൻ്റർവ്യൂവും അല്ലെങ്കിൽ ഒരു പ്രിലിംസും ഒരു മെയിൻസും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളമാണ് ഞാൻ പറഞ്ഞത്. കയറുമ്പോഴുള്ള ശമ്പളമാണ്. എല്ലാ കൊല്ലവും ഇൻക്രിമെൻ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരും. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റിലാണ്. അപ്പോൾ മറ്റേതൊരു ജോലിനേക്കാൾ കൂടുതൽ ഇതിനെ ആകർഷകമാക്കുന്നതിൻ്റെ അടുത്ത ഒരു കാര്യം അലവൻസുകളാണ് അല്ലേ? എന്താണ് അലവൻസുകളാണ്? എന്തൊക്കെ അലവൻസ് നിങ്ങൾക്ക് കിട്ടും? ജസ്റ്റ് ഒന്ന് നോക്കാം. ബാങ്ക് ജോലിയിൽ എല്ലാ ജോലിയിലെയും പോലെ DA, ഹൗസ് റെൻ്റ് അലവൻസ്, HRA, കൺവീനിയൻസ് അലവൻസ്, CA, എഡ്യൂക്കേഷൻ അലവൻസ്, മെഡിക്കൽ അലവൻസ്, പിന്നെ എന്താണ് ലീവ് അലവൻസ്, ഫ്യൂവൽ അലവൻസ്, മെയ്ഡ് അലവൻസ്, മൊബൈൽ അലവൻസ്, ബ്രീഫ് കേസ് അലവൻസ്, സ്പെക്ടാക്കിൾസ് അലവൻസ്, ബാങ്ക് ലോൺ ഫെസിലിറ്റി, പെൻഷൻ. അപ്പോൾ നമുക്ക് ഈ ബാങ്ക് ജോലിയിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഓഫീസർ പോസ്റ്റുകളിലേക്ക് കിട്ടുന്ന അലവൻസുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് ചെറിയ അലവൻസുകൾ ചിലതുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ PO ആയിട്ടാണ് നമുക്ക് പോസ്റ്റിംഗ് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ കിട്ടണമെന്നില്ല. നിങ്ങൾ ഏത് സിറ്റിയിലാണ് താമസിക്കുന്നതെന്ന് കരുതുക. ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏരിയയിൽ താമസിക്കാനുള്ള റെൻറ്റ് ഫുൾ ബാങ്ക് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വണ്ടി മേടിക്കണോ, വെഹിക്കിൾ ലോൺ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ബാങ്ക് തരും. അതിൽ പെട്രോൾ അടിക്കണോ, പൈസ ആര് തരും? ബാങ്ക് തരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ താമസം ഓക്കെ ആയി. സ്വന്തമായിട്ട് വീട് പണിയണോ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഹൗസിംഗ് ലോൺ ആര് തരും? ബാങ്ക് തരും. മറ്റുള്ളവർക്ക് അടയ്ക്കുന്നതിൻ്റെ പകുതി പൈസ നിങ്ങൾ അടയ്ക്കണ്ട. ഓക്കെ, വണ്ടി മേടിക്കാൻ വെഹിക്കിൾ ലോൺ, അതിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ ബാങ്ക് തരണം. പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനുള്ള ചിലവ് ബാങ്ക് തരും. നിങ്ങൾക്ക് വർഷത്തിൽ ടൂറ് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അലവൻസുകളും കാര്യങ്ങളും പാക്കേജുകളൊക്കെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചെറിയ കോസ്റ്റിൽ കിട്ടും. ദെൻ നമുക്ക് എന്താണ്, ഒരു ഫാമിലിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ ആ ക്യാഷ് മൊത്തം എവിടേക്കാണ് പോവുക? ഹോസ്പിറ്റലിൽ അല്ലേ? ഹോസ്പിറ്റലുകളിലാണ് പോകുന്നത്. മെഡിക്കൽ
ഇൻഷുറൻസ്. നിങ്ങളുടെ പാരൻസിന്, നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, നിങ്ങളുടെ കുട്ടികൾ, ആർക്കും എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മളുടെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഹൗസ്, വെഹിക്കിൾ, എഡ്യൂക്കേഷൻ, മെഡിക്കൽ, ഇതിനെല്ലാത്തിനുള്ള സെക്യൂരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നൽകുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കൂടാതെ, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൂടാതെ, മറ്റുള്ള ജോലിയിൽ IT കമ്പനികളിലോ മറ്റുള്ള ജോലികളിലൊക്കെ ആണെങ്കിൽ കൊടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ശമ്പളത്തിൽ നിന്ന് ഇതെല്ലാം കണ്ടെത്തേണ്ടി വരും. ഈ അലവൻസുകളെല്ലാം നിങ്ങളുടെ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം. വേറെ ഏത് ജോലിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അലവൻസുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ലോൺസ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഹൗസിംഗ് ലോൺ, വെഹിക്കിൾ ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് കൂടാതെ ഈ ഒരു ലാസ്റ്റ് നിങ്ങൾ ഒരു 6 മാസത്തിന് മുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, ബാങ്ക് എംപ്ലോയീസിൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു. എത്ര %? 17%. അവർക്ക് ഒരു ഹൈക്ക് കൊടുക്കുന്നുണ്ട് ബാങ്ക്. എത്ര ശതമാനം? 17%. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സാലറി കൂട്ടാൻ പോവുക. നിങ്ങൾ ജോലിക്ക് കയറുമ്പോഴേക്കും ആ 17% കൂടി കൂട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എന്താണ്? ഇനി കയറുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ലഭിക്കുന്നു. നമ്മൾക്ക് ജോലി എടുക്കാം. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഉള്ള ബാങ്കുകൾ RBI ഒക്കെ ആണെങ്കിൽ അല്ല, ഇൻഷുറൻസ് മേഖലയിലേക്ക് സാറ്റർഡേ സൺഡേ മുടക്കാണ്. അത് കൂടാതെ നമ്മൾ സാധാരണ SBI, അതേപോലെ നാഷണലൈസ്ഡ് ബാങ്ക്, പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ഹോളിഡേ ആണ്, സൺഡേ ഹോളിഡേ ആണ്. അത് കൂടാതെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹോളിഡേയ്സും കിട്ടും. അത് കൂടാതെ ഇപ്പോൾ എന്താണ് 5 day വർക്ക് വീക്ക്, അതായത് 5 ദിവസം എല്ലാ സാറ്റർഡേയും സൺഡേയും ഓഫാക്കാനായിട്ടുള്ള ഒരു ലീവ് ആക്കാനായിട്ടുള്ള ഒരു എന്തും കൂടിയും തീരുമാനമായിട്ടുണ്ട്. ബാങ്കിങ് മേഖലയിൽ അതും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 5 ദിവസം പണിയെടുത്താൽ മതി. അത് കൂടാതെ നിങ്ങൾക്ക് കാഷ്വൽ ലീവും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ നമുക്ക് റെഡ് ആയിട്ടുള്ള എല്ലാ ഹോളിഡേയ്സ് അല്ല, അവൈലബിൾ ആയിട്ടുള്ള ഹോളിഡേയ്സുകളും നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ ഓണം, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവിടുത്തെ ഹോളിഡേയ്സ് നിങ്ങൾക്ക് അവൈലബിളാണ്. വേറെ എന്ത് വേണം നിങ്ങൾക്ക്? ഇത്രയ്ക്കും കാര്യങ്ങളാണ് ബാങ്ക് ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളുടെ ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫാമിലി സേഫാ, നമ്മളുടെ ബാക്കി കാര്യങ്ങൾ ഒരു സ്ഥലത്ത് സേഫാ. ഒരു ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് വീട്, വാഹനം, നിങ്ങളുടെ ഫാമിലി, ഇൻഷുറൻസ് എല്ലാം നിങ്ങൾക്ക് റെഡിയാണ്. കിട്ടുന്ന ശമ്പളം എല്ലാ മാസവും നിങ്ങൾക്ക് സാലറി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമ്മളുടെ കൂടെയുള്ള എല്ലാവരും അതുവഴി എന്താണ്? ഹാപ്പി ആവാണ്. ഒരൊറ്റ ജോലി കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യം ജസ്റ്റ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് കമ്പനികളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് എക്സ്പീരിയൻസ് ചോദിക്കും. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള സാലറിയാണ് കിട്ടുക. നിങ്ങൾ അവിടെ കുറച്ച് കാലം നിന്ന് ജോബ് പ്രഷർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വരും എന്ന് വേണമെങ്കിലും നമ്മളുടെ ജോലി എന്ത് ചെയ്യാം? നഷ്ടപ്പെടാം. ജോബ് സെക്യൂരിറ്റി കുറവായിരിക്കും. ബട്ട് ഇവിടെ അങ്ങനെയല്ല. നിങ്ങളൊരു ടെസ്റ്റ് എഴുതി, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ ടെസ്റ്റ് എഴുതി നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങളെ പോസ്റ്റിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ ജോബ് അവിടെ സെക്യൂർ ആണ്. അതേപോലെ തന്നെ ഹൈ സാലറിയും എല്ലാ അലവൻസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ. നമ്മളുടെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ് 7736122215 എന്നുള്ള നമ്പറേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ബാങ്ക് എക്സാംസിനെ കുറിച്ചോ, ബാങ്കിങ് ജോലിനെ കുറിച്ചോ, അല്ലെങ്കിൽ അപ്കമിങ് എക്സാംസിനെ കുറിച്ചോ, നമ്മളുടെ ക്ലാസ്സുകളെ കുറിച്ചോ എന്തുമായിക്കോട്ടെ ധൈര്യമായിട്ട് വിളിച്ചോ. നമ്പർ ഒന്നുകൂടിയും പറയാം, 7736122215 എന്നുള്ള നമ്പറിലേക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വേണം. നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ? നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ
ആ ജോലി കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും. നിങ്ങൾ 60 വയസ്സ് വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, നിങ്ങളുടെ കുട്ടികൾ, നമ്മളുടെ ഭാവി എല്ലാം സേഫാണ്. എല്ലാം സേഫ് ആവുന്നു ആ ഒരു ജോലി കിട്ടുന്നതോടുകൂടി. അപ്പം നിങ്ങളുടെ ഈ ഒരു കാലഘട്ടം 1-2 വർഷം നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആ കാര്യമൊന്ന് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഈ വർഷം നിങ്ങളുടേതാവട്ടെ. ഓക്കെ, താങ്ക് യു.